ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എൻ ജംഗ്ഷന്റെ ബയാസിങ് എങ്ങനെയാണ്, അതേപോലെ തന്നെ പി എൻ ജംഗ്ഷന്റെ വോൾട്ടേജ് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് ഒരു പി എൻ ജംഗ്ഷന് ഉള്ളത്. ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബയാസിങ് എന്താണ്? ബയാസിങ് എന്ന് പറയുന്നത് അതായത് ഒരു ഡി സി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ബയാസിങ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ ഓപ്പറേറ്റിംഗ് കണ്ടീഷന് വേണ്ടിയിട്ട് ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബയാസിങ്. ഇനി നമ്മൾ ബയാസിങ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കാണും, ട്രാൻസിസ്റ്റേഴ്സിനും ഒക്കെ നമ്മൾ ബയാസിങ് കാണും. അപ്പൊ എവിടെ ബയാസിങ് എന്ന് കേട്ടാലും നമ്മൾ ഓർത്തോണം, ഡി സി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ബയാസിങ്. രണ്ട് തരത്തിലുള്ള ബയാസിങ് ഉണ്ട്, ഫോർവേഡ് ബയാസിങ്ങും അതോടൊപ്പം തന്നെ റിവേഴ്സ് ബയാസിങ്ങും. എന്താണ് ഫോർവേഡ് ബയാസിങ്, എന്താണ് റിവേഴ്സ് ബയാസിങ്? ഫോർവേഡ് ബയാസിങ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ പി ടു പോസിറ്റീവ് എൻ ടു നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫോർവേഡ് ബയാസിങ്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക, പി ടു പോസിറ്റീവും എൻ ടു പോസിറ്റീവും ആണെങ്കിലും ഫോർവേഡ് ബയാസ്ഡ് ആവാം ഒരു മൊമെന്റിൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യുന്നതാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താ? ഫോർവേഡ് ബയാസിങ് എന്ന് വിളിക്കാം. അങ്ങനെ നിങ്ങൾ ജനറലൈസ് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം പി ടു പോസിറ്റീവും എൻ ടു പോസിറ്റീവ് ആയെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു 7 വോൾട്ടും ഇവിടെ ഒരു 6 വോൾട്ടും ആണെന്ന് വിചാരിക്കുക. അപ്പൊ 7 - 6 എന്ന് പറയുന്നത് എന്താണ്? 1 വോൾട്ട് ആണ്. അപ്പൊ ഈ ഇവിടെ ഉള്ള സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട് അല്ലേ ഉള്ളൂ. ആ വോൾട്ടിനെ ഓവർകം ചെയ്തില്ലേ? പക്ഷേ പോസിറ്റീവും അല്ലേ? അതെ. അപ്പൊ എന്താണ്, നിങ്ങൾ പി ടു പോസിറ്റീവ് എൻ ടു നെഗറ്റീവും തന്നെ പഠിക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക. അതായത് ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് വോൾട്ടേജ് കൊടുത്താലും നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? ഫോർവേഡ് ബയാസിങ് എന്ന് പറയാൻ പറ്റും. അപ്പൊ പി ടു പോസിറ്റീവ് എൻ ടു നെഗറ്റീവ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഫോർവേഡ് ബയാസിങ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. കാരണം ഇവിടെയുള്ള ഹോൾസിനും ഇവിടെയുള്ള ഇലക്ട്രോൺസിനും കൂടുതൽ എനർജി കിട്ടി ഇല്ലേ? അതായത് ഇവിടെയുള്ള ഇലക്ട്രോൺസിന് ഇനിയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബാരിയറിനെ ഓവർകം ചെയ്ത് ഈ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ബാരിയർ കുറഞ്ഞു എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇവിടുത്തെ ജംഗ്ഷനിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു. ദാറ്റ് ഈസ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇനി ഇതുവഴി ഒഴുകുന്ന കറണ്ടിന് എന്ത് വിളിക്കാം? ഫോർവേഡ് ബയാസിങ്ങിന്റെ സമയത്ത് ഇതുവഴി ഒഴുകുന്ന കറണ്ടിന് എന്ത് വിളിക്കാം? ഫോർവേഡ് കറണ്ട് എന്ന് വിളിക്കാം. ആ ഫോർവേഡ് കറണ്ട് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെയുള്ള വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു എങ്കിൽ പോലും അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് കാണും ഇല്ലേ? ആ റെസിസ്റ്റൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസും ഈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതുവഴി ഒഴുകുന്ന കറണ്ട്. നമുക്ക് ഓംസ് ലോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ റിവേഴ്സ് ബയാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ടു നെഗറ്റീവ് എൻ ടു പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വിളിക്കാം? റിവേഴ്സ് ബയാസിങ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയാൻ പറ്റും? ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്തിനെ ഓവർകം ചെയ്യാം? എന്തായിരിക്കണം? ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യലിനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? റിവേഴ്സ് ബയാസിങ് എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ ഉള്ള ഹോൾസിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് പോകും? ഈ നെഗറ്റീവ് അട്രാക്ട് ചെയ്തുകൊണ്ട് പോകും. ഇവിടെ ഉള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും? ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഈ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഹോൾസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പം ബാരിയർ പൊട്ടൻഷ്യൽ കൂടുവാണോ കുറയുവാണോ? ആ ബാരിയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബാരിയർ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇവിടെ ഉള്ള റെസിസ്റ്റൻസ് കൂടുകയാണോ കുറയുകയാണോ? റെസിസ്റ്റൻസ് കൂടും. ദാറ്റ് മീൻസ് റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം ഇവിടെയുള്ള ഇലക്ട്രോൺസും ഇങ്ങോട്ട് പോയി, ഇവിടെയുള്ള ഹോൾസ് ഇങ്ങോട്ട് പോയി, ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി. ഫ്രീ കാരിയേഴ്സ് കൂടുകയോ കുറയോ? ഫ്രീ കാരിയേഴ്സ് അവിടെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അതുവഴി കറണ്ട് ഫ്ലോ ഇല്ല. ദെൻ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്തേത് ഫോർവേഡ് ബയാസിങ്. ഇത്രയും മൊമെന്റ് മാത്രം നോക്കിയാൽ മതി നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിന്റെ സമയത്ത്. അപ്പോൾ ഫോർവേഡ് ബയാസിങ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? പി എൻ ജംഗ്ഷൻ എടുത്തു. എന്നിട്ട് എന്ത്? പി ടു പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്യുന്നത് ത്രൂ റിയോസ്റ്റാറ്റ് ഞാൻ കണക്ട് ചെയ്തു. റിയോസ്റ്റാറ്റ് ആണിത്. അപ്പൊ റിയോസ്റ്റാറ്റ് വഴി പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു.
ഇനി N എങ്ങോട്ട് കണക്ട് ചെയ്തു? നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഈ ഒരു കണക്ഷൻ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. N ടു നെഗറ്റീവ് ആൻഡ് P ടു പോസിറ്റീവ്. അപ്പം എന്ത് ബയാസിംഗ് ആണിത്? ഫോർവേഡ് ബയാസിംഗ് ആണ്. ദെൻ പി എൻ ജംഗ്ഷൻ അക്രോസ് ഉള്ള വോൾട്ടേജ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്റർ ഞാൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. എപ്പോഴും ഓർത്തോണം, വോൾട്ട് മീറ്റർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്? പാരലൽ ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അമ്മീറ്റർ എങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്? സീരിയലായിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആണ് നമ്മൾ പഠിച്ചില്ലേ. അതാണ് വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? പാരലലായിട്ട് കണക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അമ്മീറ്റർ നമ്മൾ എന്ത് ചെയ്തു? സീരിയലായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഒരു വി എ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? P2 പോസിറ്റീവ്, N2 നെഗറ്റീവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും? ഈ വോൾട്ട് മീറ്ററിന് കറണ്ട് ഒഴുകും, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് പി എൻ ജംഗ്ഷൻ വഴി കറണ്ട് ഒഴുകി വരും. ഓക്കെ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെ കറണ്ട് ഒഴുകും. ഇനി അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, കറണ്ടിന്റെ ഫ്ലോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് പോസിറ്റീവ്, എൻട്രി പോയിന്റിലാണ് പോസിറ്റീവ്, ലീവിങ് പോയിന്റിലാണ് നെഗറ്റീവ്. അങ്ങനെ വേണം അമ്മീറ്റർ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതായത് പി എൻ ജംഗ്ഷൻ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം, ഒരു 0.7 വോൾട്ട് ആണ് നമ്മൾ പഠിച്ചു. സിലിക്കൺ ആണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ്? 0.7 വോൾട്ട്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് ആദ്യം 0 ആണ്. 0, 0.1, 0.2, 0.3, 0.4, 0.5 ആ മൊമെന്റ്സിലൊക്കെ കറണ്ട് ഒഴുകുവോ? ഇല്ല. കാരണം എന്താ? അപ്പോഴും പോസിറ്റീവ് ബയാസിംഗ് ആണെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടുത്തെ വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ്. അപ്പൊ കറണ്ട് ഒഴുകുമോ അതുവഴി? ഇല്ല. അതുകൊണ്ടാണ് വോൾട്ടേജ് കൂടുന്നുണ്ട്, പക്ഷെ കറണ്ട് എന്താണ്? ഇതാണ് കറണ്ട് ആക്സിസ്. കറണ്ട് ആക്സിസ് അപ്പോഴെന്താണ്? സീറോയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നീ വോൾട്ടേജ്, അതായത് സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട്, ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഒഴുകാനായിട്ട് തുടങ്ങും. ഇനി നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ കറണ്ട് ഒഴുകുന്ന എങ്ങനെയാണ്? ഇങ്ങനെ ലീനിയർ ആയിട്ടാണ് ഒഴുകുന്നത്. കാരണം എന്താണ്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഓംസ് ലോ അനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ ലീനിയർ ആയിട്ട് ആണ് എന്ത് ഒഴുകുന്നത്? കറണ്ട് ഒഴുകുന്നത്. ഡിപ്പെൻസ്, അത് സെമി കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫോർവേഡ് ബയാസിംഗ് എന്ന് വെച്ചാൽ P2 പോസിറ്റീവ്, N2 നെഗറ്റീവ്. ഈ വോൾട്ടേജ് 0.1, 0.3, 0.4 സിലിക്കൺ ആണെങ്കിൽ 0.4, 0.5 വരെ ഒന്നും കറണ്ട് ഇല്ല. പക്ഷെ 0.7 കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? കറണ്ട് പയ്യെ 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 ഇൻക്രീസ് ചെയ്ത് വരുന്നു. സാധാരണ ഒരു കണ്ടക്ടറിലെ പോലെ തന്നെ കറണ്ട് എക്സ്റ്റേണൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഓംസ് ലോ ഒബേ ചെയ്തുകൊണ്ട്. ഓക്കെ, ദെൻ റിവേഴ്സ് ബയാസിംഗ്. അപ്പൊ എന്ത് സംഭവിച്ചേ? നമ്മൾ ഇത് തിരിച്ച് കണക്ട് ചെയ്തു. N എങ്ങോട്ട് കണക്ട് ചെയ്തു? പോസിറ്റീവിലേക്കും. P എങ്ങോട്ട് കണക്ട് ചെയ്തു? നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തു. അപ്പോഴും ഓർക്കുക, ഇവിടെ കറണ്ട് ഒഴുകാനുള്ള സാധ്യത ഏത് മാത്രമാണ്? ഈ വോൾട്ടേജ് സോഴ്സ് മാത്രമാണ്. അപ്പം കറണ്ട് ഒഴുകുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ഞാൻ കണക്ട് ചെയ്യുന്നത് അമ്മീറ്റർ കണക്ട് ചെയ്തു, പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോ അമ്മീറ്റർ ആണ്. അവിടെ കറണ്ട് വളരെ തീരെ കുറവാണ് ഒഴുകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ? ബാരിയർ പൊട്ടൻഷ്യൽ കൂടും. അപ്പൊ കറണ്ട് ഒഴുകുവോ? സോ ഒരിക്കലും ഒഴുകത്തില്ല. അതായത് കറണ്ട് വിൽ ബി സീറോ. പക്ഷേ ഒരു മൊമെന്റ് ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ കൂട്ടിന്ന് വിചാരിക്കുക, ഒരുപാട് കൂട്ടിന്ന് വിചാരിക്കുക. ആ മൊമെന്റിൽ ബ്രേക്ക് ഡൗൺ വിൽ ഹാപ്പൻ ആൻഡ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ വഴി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതിന് വിളിക്കുന്ന പേരാണ് അവലാൻഷെ ബ്രേക്ക് ഡൗൺ. എന്നാലും ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു ചെറിയൊരു കറണ്ട് നിങ്ങൾക്ക് ഒഴുകുന്നതായിട്ട് മനസ്സിലാവും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ നല്ലപോലെ കൂടി, എന്താ പറയുന്നത്, ഡിപ്ലീഷൻ റീജിയൻ കൂടി വരുവാണ്. അപ്പം സ്വാഭാവികമായിട്ടും കറണ്ട് ഒട്ടും ഒഴുകാൻ പാടില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു കറണ്ട് ഒഴുകുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതായത് ഇവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് മാത്രമല്ല, ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആരുണ്ട്? ഹോൾസും ഉണ്ട്. ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആരുണ്ട്? ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റും പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് എന്തുണ്ട്? ഇവിടെ ഹോൾസ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ്. അപ്പൊ എന്തുണ്ട്? ഇവിടെ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ റീകോമ്പിനേഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഈ നെഗറ്റീവ് ഈ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് പോകാനും ഈ പോസിറ്റീവ് ഈ ഹോൾസിനെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് പോയിട്ട് റീകമ്പൈൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? അതുകൊണ്ടാണ് റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോ ആംബിയർ. മൈക്രോ ആംബിയർ റേഞ്ചിലായിരിക്കും അതുള്ളത്. ദെൻ അവലാൻഷെ ബ്രേക്ക് ഡൗൺ. എന്താണ് അവലാൻഷെ ബ്രേക്ക് ഡൗൺ? നമുക്കറിയാം,
ഈ ഒരു ഫിഗറിനകത്ത് നമ്മൾ കണ്ടായിരുന്നു റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ഒരു മൊമെന്റിലാകുമ്പോഴത്തേക്ക് കറണ്ട് പെട്ടെന്ന് കൂടുന്നു അല്ലെ, ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്ന് പറയാം, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്? VR എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് നമ്മൾ കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും കൂടും. ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ എന്ത് സംഭവിക്കും, ആ ഇലക്ട്രോൺസ് സെമി കണ്ടക്ടർ ആറ്റത്തിൽ ചെന്ന് നോക്ക് ചെയ്യാനും ചെന്ന് ഇടിക്കാനും അതുവഴി ആ സെമി കണ്ടക്ടർ ആറ്റത്തിൽ നിന്ന് ഒരുപാട് ഇലക്ട്രോൺസ് പുറത്തു വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇലക്ട്രോൺസ് പുറത്തു വരുമ്പോഴത്തേക്ക് ഉടനെ എന്ത് സംഭവിക്കും, റിവേഴ്സ് കറണ്ട് കൂടും. ഇലക്ട്രോൺസ്, അതായത് ഒരു ആറ്റം ചെന്ന് വേറെ ആറ്റത്തെ ചെന്ന് ഇടിച്ചു, അപ്പൊ എന്ത് പറ്റും, കൈനറ്റിക് എനർജി എങ്ങനെ കൂടിയത്, വോൾട്ടേജ് കൂട്ടിയതുകൊണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി കൂടി, അപ്പം ഇലക്ട്രോൺസിനെ ചെന്ന് നോക്ക് ചെയ്യാനും അതുവഴി ഒരുപാട് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാനും അതുവഴി കറണ്ട് കൂടാനായിട്ടും പറ്റും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ജംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇതിന്റെ സ്പെസിഫിക്കേഷൻ, ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഏത് റിവേഴ്സ് വോൾട്ടേജിലാണ് ഈ PN ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്, അതുവഴി പെട്ടെന്ന് റിവേഴ്സ് കറണ്ട് കൂടുന്നത്, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇപ്പം നമുക്കറിയാം 50 വോൾട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എടുക്കുന്ന PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ആ വോൾട്ടേജിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. 55 വോൾട്ടിലോ അല്ലെങ്കിൽ 53 വോൾട്ടിലോ ഒന്നും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പാടില്ല. റിവേഴ്സ് ബയാസിങ്ങിൽ എന്ത് സംഭവിക്കും, ജംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒന്നാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് കൂട്ടി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ജംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. നമുക്ക് പിന്നെ അത് PN ജംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നീ വോൾട്ടേജ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഫോർവേഡ് വോൾട്ടേജിലാണ് ഏത് മൊമെന്റിലാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അത് സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട്, ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട്. അതിന് കാരണം എന്താണ്, ഇത് കൂടാനും കുറയാനും കാരണം എന്താണ്, അവിടെ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. മറ്റേടത്ത് എന്തായിരുന്നു, 0.7 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ ഉള്ളായിരുന്നു ജെർമേനിയത്തില് എന്ത് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ഫോർവേഡ് കറണ്ട്, അതായത് ഫോർവേഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കറണ്ട്, അതായത് B എന്ന് പറഞ്ഞ ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഫോർവേഡ് കറണ്ട് ഒഴുകുന്നത് എന്താ സംഭവിക്കുന്നത്, കറണ്ട് ഒഴുകുമ്പോൾ എപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഒരു കണ്ടക്ടറിലൂടെ എവിടെ വഴി കറണ്ട് ഒഴുകുമ്പോൾ ഉടനെ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഏത് കറണ്ട് വഴി ഈ ഒരു ജംഗ്ഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അതാണ് ഈ മാക്സിമം ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. ദെൻ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് തുല്യമാണ്. അതായത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജിൽ ഏത് മൊമെന്റ് വരെ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ വരാതെ ഇരിക്കും, അതായത് പെർമനന്റ് ആയിട്ട് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ വരാതെ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എവിടം വരെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കൊണ്ട് എന്ത് സംഭവിക്കും, ജംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി അത് ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, ദെൻ മാക്സിമം പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ജംഗ്ഷനിൽ എത്ര മാക്സിമം പവർ ഡിസിപ്പേറ്റഡ് ആവും, അത് ജംഗ്ഷൻ ഡാമേജ് ചെയ്യാതെ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ കറണ്ടും അതുപോലെ തന്നെ ജംഗ്ഷൻ അക്രോസ് ഉള്ള വോൾട്ടേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ മാക്സിമം പവർ നമുക്ക് കിട്ടും. സോ താങ്ക് യു ഓൾ, സ്റ്റേ ഹാപ്പി. Then we will discuss more about the PN junction, that is the semiconductor diode, in the next class. So thank you.